അളിയ നീ എന്താണ് ഇവിടെ? ഇതെന്താണ് തോർത്ത് കൈ കെട്ടി നടക്കടാ. എടാ എന്നാടാ എന്നാത്തിനാ നീ പോലീസ് പിടിച്ചോണ്ട് പോകുന്നേ? ഒരു വാറ്റ് കേസാ. എടാ നീ ശരിക്കും മാറ്റിയോടാ. നീ എന്നിട്ട് എന്നോടൊരു വാക്ക് നീ പറഞ്ഞില്ലല്ലോടാ. എടാ ഞാൻ വാത്തിന് ഉപകരണം മാത്രമേ സാറുമാർ പിടിച്ചതല്ലോ. രാജേഷ ഒരു മിനിറ്റേ. പിന്നെ സാറേ ഒരു ബലാത്സംഗ കേസ് കൂടെ എടുക്കാം അവന്റെ പേരില്. എന്തിനാണോ? അല്ല അതിനുള്ള ഉപകരണം അവനെ ഉണ്ടല്ലോ സാറേ. രാജേഷേ നീ പറയടാ. അച്ഛാ രാജേഷ് എന്തേ അച്ഛാ? അവനെ ആ തട്ടാരുടെ വീട്ടിലോട്ട് പോയതാ. നമുക്ക് കൊണ്ടുപോകാനുള്ള സ്വർണം നോക്കാൻ പോയതാ. മോൻ ഇവിടെ നില്ലേ, അച്ഛനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനേ രാജേഷിന്റെ ഫ്രണ്ടാ, പേര് സജി. ഞാൻ ഇവിടെ അടുത്തുള്ളതാ. ഞാൻ രാജശേഖരൻ. സജി എന്താ ചെയ്യുന്നേ? ഞാൻ ഈ ടിപ്പറിന്റെ ഓട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടുന്നുണ്ടാ. ആഹാ, കാശ് കിട്ടുന്ന പരിപാടിയാണല്ലോ. ഒന്നും പറയണ്ട, ഈ പോലീസുകാർ പുല്ലന്മാര് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? ഒറ്റ മനുഷ്യന്മാര് സമ്മതിക്കത്തില്ലെന്ന് ജീവിക്കാൻ. കുഴപ്പമില്ല, ഉമ്മാരെയൊക്കെ ഒത്ത് നമ്മുടെ കിട്ടുമല്ലോ. ആരെ? പോലീസുകാരെ? പിന്നെ അല്ല, ഇപ്പൊ ഞാൻ അമ്മമാരെ വെറുതെ വിട്ടേക്കുക. പിന്നെ ചേട്ടൻ അറിയാവോ, ഇപ്പൊ ലോഡിന്റെ കൂടെ ചെറിയ സ്പിരിറ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ട് 2 ലോഡ് പോകാനുണ്ട്. മിടുക്കനാണല്ലോ. അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? ആ, ഞാനും ഇതൊക്കെ തന്നെ ഡേ. ചേട്ടൻ നമ്മളാളല്ലയോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണേ. ആ, നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്. നിങ്ങൾ പോയി പരിചയപ്പെട്ടോ? ആ, പെട്ടു. ആ മോനെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇതേ നമ്മുടെ രാജേഷിന്റെ 2ാമത്തെ അമ്മാവനാ, രാജശേഖരൻ. പോലീസിലാ, ഇപ്പൊ ചെങ്ങന്നൂർ DYSP-യാ. ആഹാ, ചെങ്ങന്നൂര്. എന്നാലേ സമയമാവുന്നേ, നമുക്ക് വണ്ടി കയറാം. ആ, ഇവനുള്ള വണ്ടി ഇപ്പൊ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് സാറേ, ഇവിടെ ഉണ്ട് സാറേ. എല്ലാം സാറിന് ഒരു കാര്യം അറിയാവോ, എനിക്ക് ലൈസൻസ് പോലും ഇല്ല സാറേ. നിനക്ക് ലൈസൻസ് ഇല്ലേ? ഞാൻ എടുത്തതാടാ നിനക്ക് ലൈസൻസ്. സാറേ